നമസ്കാരം, ഞാൻ ഡോക്ടർ കിഷോർ കിരൺ, വെയിൻ മിറക്കിൾസ് വെരിക്കോസ് വെയിൻ ആൻഡ് പൈൽസ് ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലെ കൺസൾട്ടൻറ്റ് സർജനാണ്. വെയിൻ മിറക്കിൾസിൽ വെരിക്കോസ് വെയിൻ്റെ ചികിത്സ എന്നാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. വെരിക്കോസ് വെയിൻ എന്നത് ഓപ്പറേഷൻ ആവശ്യം വരുന്ന ഒരു അസുഖം തന്നെയാണ്. എന്നാൽ ഈ ഓപ്പറേഷന് പകരം ചെയ്യാൻ പറ്റുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ് നാം വെയിൻ മിറക്കിൾസിൽ ചെയ്തു വരുന്നത്. മൈക്രോഫ്രം സ്ക്ലീറോതെറപ്പി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ് നാം വെയിൻ മിറക്കിൾസിൽ ചെയ്തു വരുന്നത്. ഈ നമ്മൾ വെയിൻ മിറക്കിൾസിൽ ചെയ്യുന്ന ഈ പ്രൊസീജിയറിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. ഒന്ന്, തീർത്തും വേദനയില്ലാത്തൊരു പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, സാധാരണ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന യാതൊരുവിധ വേദനയോ ബുദ്ധിമുട്ടുകളോ ആശുപത്രിവാസമോ അതിൻ്റേതായ അനസ്തേഷ്യയോ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ആശുപത്രിവാസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ തന്നെ വളരെയധികം ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് വെയിൻ മിറക്കിൾസിൽ നാം ചെയ്തു വരുന്നത്. എന്തൊക്കെയാണ് വെയിൻ മിറക്കിൾസിലെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ? ഒന്ന്, നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ കാലുകളിൽ തടിച്ചു നിൽക്കുന്ന വെയിൻസ് ഉണ്ടാകുമല്ലോ. ആ വെയിൻസിനെ ഞൊടിയിടയിൽ തന്നെ, അതായത് ട്രീറ്റ്മെൻറ്റ് ഏകദേശം 1 മണിക്കൂറിൽ താഴെ സമയം എടുക്കുകയുള്ളൂ. വർഷങ്ങളായി നിങ്ങൾക്ക് കാലിൽ വെരിക്കോസ് വെയിൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ട്രീറ്റ്മെൻറ്റിലൂടെ, അതായത് മുറിവുകളൊന്നും ഇല്ലാത്ത ഈ വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുൻപിൽ തന്നെ വെയിൻസ് ചുരുങ്ങിപ്പോകുന്നത് കാണാൻ സാധിക്കും. വർഷങ്ങളായി ഉണ്ടായിരിക്കുന്ന തടിച്ചിരിക്കുന്ന വെയിൻസ് മിനിറ്റുകൾക്കുള്ളിൽ ചുരുങ്ങിപ്പോകുന്നതും പിന്നീട് ഒരിക്കലും അത് കാണാത്ത ഒരു അവസ്ഥയിലേക്കും മാറാൻ കഴിവുള്ള ഒരു പ്രൊസീജിയറാണ് നാം ചെയ്തു വരുന്നത്. ഇത്രയും നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് യാതൊരുവിധ വേദനയോ ബുദ്ധിമുട്ടുകളോ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ടില്ല എന്നുള്ളത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു സവിശേഷത തന്നെയാണ്. നോ അനസ്തേഷ്യ ഈസ് ഇൻവോൾവ്ഡ്. അതായത് നിങ്ങളെ മയക്കി കിടത്തുകയോ മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തി ചെയ്യുന്ന ഓപ്പറേഷൻ പോലെയുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തന്നെ, നിങ്ങളെ മയക്കാതെ തന്നെയാണ്, അനസ്തേഷ്യ ഇല്ലാതെ തന്നെയാണ് ഈ ചികിത്സ നാം വെയിൻ മിറക്കിൾസിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാലിൽ തടിച്ചു നിൽക്കുന്ന വെയിൻസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റിലൂടെ, നമ്മൾ വെയിൻ മിറക്കിൾസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിലൂടെ അത് ചുരുങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കും. ഈ ചേഞ്ച് നാം ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതുമാണ്. അതായത് ട്രീറ്റ്മെൻറ്റ് വരുന്നതിന് മുമ്പുള്ള കാലിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയും പിന്നീട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ നാം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാറുണ്ട്. ഈ ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും ഷെയർ ചെയ്ത് എടുക്കാനും സാധിക്കും. രണ്ടാമത് ഒരു പ്രോബ്ലമാണ്, നിങ്ങൾക്ക് കാലുകളിൽ കട്ടുകഴുപ്പ് അനുഭവപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് വെയിൻ മിറക്കിൾസിൻ്റെ മറ്റൊരു രോഗലക്ഷണമാണ് കാലുകളിൽ നിൽക്കുമ്പോഴുള്ള കട്ടുകഴുപ്പ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, കുറേ നേരം നിൽക്കുന്ന ജോലിയുള്ള ആൾക്കാർക്ക് കൂടുതൽ നേരം നിൽക്കുന്ന സമയത്ത് കാലിൽ വേദനയോ ഭാരം പോലെ തോന്നുകയോ കാലിൽ കട്ടുകഴുപ്പ് തോന്നുകയോ വലിയൊരു ബുദ്ധിമുട്ടായി വരാറുണ്ട്. ഇത് നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കാനും ഇതിന് സാധ്യതയുണ്ട്. ഈ കാലിൽ കട്ടുകഴുപ്പും വേദനയും ബുദ്ധിമുട്ടുമുള്ള ഒരു പേഷ്യൻ്റ് വെയിൻ മിറക്കിൾസിൽ വന്ന് വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഞൊടിയിടയിൽ തന്നെ ആ വേദന എന്നേക്കുമായി മറയുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടാൻ സാധിക്കും. ഈ പ്രൊസീജിയറിലൂടെയാണ് നാം ഇത് സാധിക്കുന്നത്. പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കാലിൽ വർഷങ്ങളായുള്ള കട്ടുകഴുപ്പ് ഞൊടിയിടയിൽ തന്നെ ഇല്ലാതാവുകയും പിന്നീട് അതൊരിക്കലും വരാത്തൊരു രീതിയിലേക്ക് മാറുകയും ചെയ്യും. അത് ഈ ട്രീറ്റ്മെൻറ്റ് ഒരു അനുഗ്രഹം തന്നെയാണ്. കാലിൽ മസിൽ ക്രാംസ് വരുന്നത്, മസിൽ കയറ്റം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം വെരിക്കോസ് വെയിൻ കൊണ്ട് വരാറുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിന് വെയിൻ മിറക്കിൾസിലെ വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ആ പ്രോബ്ലം തീർത്തും പരിഹരിക്കപ്പെടാറുമുണ്ട്. അങ്ങനെ നമുക്ക് കണ്ടുവരാറുണ്ട്. മൂന്നാമതായി, നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ വെയിൻസ് തടിച്ചു നിൽക്കുന്നത് മാത്രമല്ല, പകരം കാലിൽ ബ്ലഡ് മുകളിലോട്ട് കയറിയില്ലെങ്കിൽ കാലിൽ നീര് വരികയും ആ നീര് നീണ്ട കാലം നിൽക്കുകയാണെങ്കിൽ പാടത്ത് വെള്ളം കയറുന്ന പോലെ വെള്ളത്തിൽ കിടക്കുന്ന കോശങ്ങൾ ചീഞ്ഞുപോയി അത് സെല്ലുലൈറ്റിസ് എന്ന് പറയുന്ന ഒരു സിവിയർ ഇൻഫെക്ഷൻ കാലിൽ വരാനുള്ള പോസിബിലിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള കാലിൽ നീര് വരുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് അടുത്തുള്ള ഒരു സർജനെ കാണിക്കുകയും അത് വെരിക്കോസ് വെയിൻ്റെ ആണെന്ന് നാം കണ്ടുപിടിച്ചാൽ ആ വെരിക്കോസ് വെയിൻ നാം ചികിത്സിച്ചില്ലെങ്കിൽ
ഈ സെല്ലുലൈറ്റിസ് റെക്കറൻ്റായി, അതായത് വീണ്ടും വീണ്ടും വരികയും പിന്നീട് അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുകയും ഒരു പക്ഷേ അത് ലൈഫ് ത്രെറ്റനിങ് സിവിയർ ഇൻഫെക്ഷനായി മാറി അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സെല്ലുലൈറ്റിസ് അല്ലെങ്കിൽ കാലിൽ ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാർ ഈ വെയിൻ മിറക്കിൾസിലെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ ഇൻഫെക്ഷൻ വരുന്ന പ്രധാന കാരണം വെരിക്കോസ് വെയിൻ ആയതുകൊണ്ട് തന്നെ ആ കാരണത്തിനെ എന്നേക്കുമായി നാം ഈ ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റുന്നതോടുകൂടി ഈ സെല്ലുലൈറ്റിസ് ഇടയ്ക്കിടയ്ക്ക് വരാതെ ആകാൻ പറ്റും. അങ്ങനെ ഇൻഫെക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതാണ് വെരിക്കോസ് വെയിൻ മിറക്കിൾസിലെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുള്ള ഒരു പ്രധാന അഡ്വാൻറ്റേജ്. ഇതെല്ലാം തന്നെ അഡ്മിഷൻ ഇല്ലാതെ നാം ഇഞ്ചക്ഷനിലൂടെ മാത്രം മുറിവുകൾ ഉണ്ടാക്കാതെ തന്നെ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ കൂടെയാണെന്ന് ഓർക്കണം. പക്ഷേ ഈ പ്രൊസീജിയറിന് ലോങ് ടേം റിസൾട്ട്സ് ആണുള്ളത്. നമുക്ക് ലോങ് ടേമിലേക്ക് സെല്ലുലൈറ്റിസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വെരിക്കോസ് വെയിൻ മൂലമുണ്ടാകുന്ന നീരും അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ട്രീറ്റ്മെൻറ്റിന് കഴിവുണ്ട്. വെരിക്കോസ് വെയിൻ്റെ അവസാനത്തെ രോഗലക്ഷണം, വർഷങ്ങളായി കാലിൽ വെരിക്കോസ് വെയിൻ നിന്നാലുണ്ടാകുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ കണങ്കാൽ ഭാഗത്തായിട്ട് വരുന്ന നിറവ്യത്യാസമാണ്. നിറവ്യത്യാസത്തിൻ്റെ കൂടെ തന്നെ കാലിൽ ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. കറുത്ത കളറോ അല്ലെങ്കിൽ വെളുത്ത കളറ്, ലൈപ്പോഡെർമറ്റോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഒരു വെളുത്ത കളറും പാടുപോലെ വരാനായിട്ട് സാധ്യതയുണ്ട് വെരിക്കോസ് വെയിൻസ് ഉണ്ടെങ്കിൽ. കാലിൻ്റെ നിറവ്യത്യാസമാണ്, കാലിൽ എത്രത്തോളം കറുത്ത നിറം വരുന്നു, നമ്മുടെ കാഫ് റീജിയനെ വെച്ച് നോക്കുമ്പോൾ കണങ്കാൽ ഭാഗത്ത് എത്രത്തോളം കറുത്ത നിറം വരുന്നു എന്നുള്ളതാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന അസുഖത്തിൻ്റെ സിവിയറിറ്റിയുടെ ഒരു അളവുകോൽ. അതായത് കൂടുതൽ കറുപ്പ് നിറം നിങ്ങളുടെ കണങ്കാൽ ഭാഗത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കാലുകളിലേക്ക് നോക്കുക. നിങ്ങളുടെ കണങ്കാൽ ഭാഗത്തായിട്ട് നിറവ്യത്യാസം തുടങ്ങുകയാണ്, കാലിൽ നിറവ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കാലിൽ വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം സിവിയർ ആയിട്ടുണ്ടെന്നും അതിന് നല്ല ചികിത്സ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ കാല് പൊട്ടി മുറിവുകൾ വരാനും അതുവഴി വലിയ വേദനയിലേക്ക് നിങ്ങൾ പോകാനും സാധ്യതയുണ്ട്. ഇതൊരു ചതിക്കുഴിയാണ്. ആ ചതിക്കുഴിയിലേക്ക് നിങ്ങൾ വീഴാതിരിക്കാൻ വെരിക്കോസ് വെയിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ചികിത്സ നമ്മൾ യഥാസമയം എടുക്കുകയാണെങ്കിൽ ഭാവിയിൽ വലിയ മുറിവുകളിലേക്ക് പോവാതെ തന്നെ ഈ പ്രശ്നത്തിനെ നാം പരിഹരിക്കാനായിട്ട് സാധിക്കും. വെയിൻ മിറക്കിൾസിലെ വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് കണങ്കാൽ ഭാഗത്തായിട്ട് മുറിവുകൾ വരാതെ നോക്കാനായിട്ട് സാധിക്കും. ഇനി നിർഭാഗ്യവശാൽ ഈ ട്രീറ്റ്മെൻറ്റിനെ പറ്റി അറിയാത്ത ആൾക്കാർ മുറിവുകളുമായി വന്നു കഴിഞ്ഞാൽ കാലിൽ കണങ്കാൽ ഭാഗത്ത് സാധാരണ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മാസം കൊണ്ട് അത് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉണങ്ങാറുണ്ട്. പക്ഷേ ഈ വെരിക്കോസ് വെയിൻ്റെ മുറിവ് വന്നു കഴിഞ്ഞാൽ ഉണങ്ങാനായിട്ട് താമസം വരും. നാം ഇപ്പോൾ സാധാരണ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഓയിൻമെൻറ്റ് പുരട്ടുകയോ എന്തെങ്കിലും ഒരു മരുന്നുകളോ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും ഈ മുറിവുകൾ ഉണങ്ങാതെ നിൽക്കും. ഇത് വെരിക്കോസ് വെയിൻ്റെ ഒരു രോഗലക്ഷണമാണ്. ഇങ്ങനെയുള്ള പേഷ്യൻസിന് വേദന നിൽക്കും, കാരണം മുറിവുണ്ടെങ്കിൽ വേദനയുണ്ടാവും. ആ ഒരു വേദന മാസങ്ങളോളം ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരെ ഈ വേദനയിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തി നേടാനായിട്ട് ഈ ട്രീറ്റ്മെൻറ്റിലൂടെ സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ളൊരു പേഷ്യൻ്റ് മുറിവുമായിട്ട് വരുമ്പോൾ നമ്മുടെ വെയിൻ മിറക്കിൾസിലെ വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെയധികം ഫലപ്രദമാണ്. അവർക്ക് ആ മുറിവ് തീർച്ചയായിട്ടും ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നാം റെസ്റ്റ് എടുക്കേണ്ടതായിട്ടും വരും. നന്നായി കാല് പൊക്കി വെച്ചിരുന്ന് റെസ്റ്റ് എടുക്കേണ്ട ഒരു സാഹചര്യം ആ സാഹചര്യത്തിലുണ്ടാവും. പക്ഷേ നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മുറിവുകൾ ഉണങ്ങാത്ത വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ടുള്ള മുറിവുകൾ പോലും ഈ ട്രീറ്റ്മെൻറ്റിലൂടെ നന്നായി റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഉണക്കിയെടുക്കാനും സാധിക്കും. അതുവഴി നിങ്ങളുടെ വേദന പൂർണ്ണമായിട്ടും മാറാനും അങ്ങനെ സുഖകരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സ്റ്റേജിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത ഒരാൾ കാലിൽ വെരിക്കോസ് വെയിൻ്റെ മുറിവുകൾ വന്ന് പല പ്രാവശ്യം പൊട്ടി കാലിൽ യാതൊരുവിധ ചികിത്സയും ഫലിക്കാതായി കാല് കെട്ടി നടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇങ്ങനെയുള്ളവർക്ക് പോലും ഈ ട്രീറ്റ്മെൻറ്റ് വളരെയധികം ഫലപ്രദമാണ്. ഈ റെസ്റ്റ് പീരീഡ് കൂടും എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അവർക്കും വെരിക്കോസ് വെയിൻ്റെ വെയിൻ മിറക്കിൾസിലെ ട്രീറ്റ്മെൻറ്റ് വളരെയധികം ഫലപ്രദമാണ്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും കാലിൽ കണങ്കാൽ ഭാഗത്ത് നിറവ്യത്യാസമോ കാലിൽ മുറിവുകൾ ഉണങ്ങാതെ നിൽക്കുകയോ അല്ലെങ്കിൽ വേദനയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വെയിൻ മിറക്കിൾസിൽ വന്ന് കൺസൾട്ട് ചെയ്യുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റിലെ അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം യഥാസമയം കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു പേഷ്യൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ വ്രണങ്ങളും വളരെ വലിയ വേദനയും ദുർഗന്ധം വമിക്കുന്ന ചിലപ്പോൾ പുഴുക്കൾ
പുഴുക്കൾ അരിക്കുന്ന ഒരു വികൃതമായിട്ടുള്ള ഒരു കാലുമായി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട ഒരു അവസ്ഥ ആ പേഷ്യൻ്റ് വന്നേക്കാം. അങ്ങനൊരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കറിയാവുന്ന വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാൾക്ക് പങ്കുവെക്കുകയും അതുവഴി അവരെ ആ ഒരു ചതിക്കുഴിയിൽ നിന്ന് കൈപിടിച്ചുയർത്താനും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. നന്ദി, നമസ്കാരം.